ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഈ സിം, അതായത് നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു ഫോൺ വാങ്ങിച്ചു, നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഈ സിം എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കി നോക്കാം. ഇത് ആക്ച്വലി ജിയോനാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ, ഏറ്റവും കൂടുതൽ സിമ്പിളും ജിയോൻ്റെ പരിപാടികൾ തന്നെയാണ് കേട്ടോ. എയർടെലിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ വെറുതെ അവർക്ക് ഈ സിം എടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അവർ പോസ്റ്റ് പെയ്ഡിനൊക്കെ ഈ സിം കാരണമൊക്കെ കൊടുക്കുന്നുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഉടായ്പ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ എയർടെലിന് പോരാത്തിന് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ജിയോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എയർടെലിൻ്റെ പ്ലാൻ ചാർജ് കൂടുതലാണ്, ജിയോനെ കൂടുതലാണ്. അപ്പോൾ പിന്നെ എയർടെലിന് അതിനായിട്ടും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ആക്ച്വലി ആദ്യത്തെ കണക്ഷൻ എൻ്റെ എയർടെലിനായിരുന്നു, എൻ്റെ പ്രൈമറി നമ്പർ. പിന്നെ അതിന് ശേഷം ഞാനത് BSNL പോർട്ട് ചെയ്തു. അല്ല, BSNL നമ്പർ ആയിരുന്നു അത് പിന്നെ ഞാൻ എയർടെലിലേക്ക് പോർട്ട് ചെയ്തു. എയർടെലിന് ശേഷം ഞാൻ പിന്നെ ജിയോയിലേക്ക് പോർട്ട് ചെയ്തു. പിന്നെ മാറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി എയർടെലിനായിട്ടും കൂടുതൽ കുറവ് ജിയോ ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. 5G റേഞ്ചിൽ വരുമ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓൾമോസ്റ്റ് കൂട്ടി. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ജിയോ ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ജിയോയും BSNL ആണ് നമ്മളിപ്പോൾ മെയിൻലി ഉപയോഗിക്കുന്നത്. അപ്പോൾ BSNL ആണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഈ സിം സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ജിയോന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ ഈ ഫോണിൽ ഈ സിം ആണെന്ന് വിചാരിക്കുക. ഇതിൽ ആക്ച്വലി ഈ സിം അല്ല, ഇതാണ് എൻ്റെ പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത്. X200 Pro ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ മൾട്ടിപ്പിൾ ഫോണുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഗൂഗിൾ പിക്സലാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഗൂഗിൾ പിക്സൽ 10 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കട്ടെ, എൻ്റെ ഒരു ജിയോ കൂടി ഉണ്ട് വർക്ക്. ഇതിലാണ് നമ്മുടെ പിക്സൽ 10 Proയിൽ ഞാൻ ഈ സിം ആണ് ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഈ S24 Ultraക്ക് വേണമെങ്കിൽ പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ വേണമെങ്കിൽ ലൈവ് പോർട്ട് ചെയ്ത് ഞാൻ വേണമെങ്കിൽ എൻ്റെ സ്റ്റെപ്സുകൾ കാണിച്ചു തരാം. ഇതിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ളത് BSNL ആണ്. നമുക്ക് ഈ സിം സപ്പോർട്ടുള്ള ഏത് ഫോണുകൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഇത് 13S ആണ്, OnePlus. ഇതിൽ നമുക്ക് ആക്ച്വലി ഈ സിം സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതിലിപ്പോൾ സിം കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് അടുത്തായിട്ട് ക്യാമറ ഇത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് വന്നിട്ട് പോയി കണ്ടുപോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് വലിക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ സർട്ടിഫിക്കറ്റിലൊക്കെ വർക്ക് തള്ളാറുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, ഫോളോ ചെയ്താൽ മതി പേജ്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട്, അതിലും മെസ്സേജ് അയക്കാം, ഫോളോ ചെയ്യാം. നമ്മളതിൽ മെയിൻലി ഡീൽസും ലിങ്ക്സുകളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതും ഫോളോ ചെയ്ത് ഇറക്കാം. ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്താൽ മതിയിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വിളിക്കാൻ പോവാം. പോയില്ലേ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആക്ച്വലി ഇത് നമ്മുടെ പിക്സൽ 10 ആണ്. പിക്സൽ 10ൽ നമ്മളിപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സിം സെക്ഷനിലേക്ക് പോയാൽ മതിയുള്ളൂ. നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് സിംസിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ വരുന്നുണ്ട്, 2 സിം വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഒരു സിം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫോണിലാണോ ഇനി നമുക്ക് സിം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ എൻ്റെ S24 അതിൽ വേണ്ട, അതെൻ്റെ നമ്മുടെ സെക്കൻഡറി നമ്പറാണ്. ഇത് നമ്മുടെ OnePlus 13S ആണ്. അപ്പോൾ അതിൽ നമുക്ക് നേരെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക്സിലേക്ക് പോവുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ഈ സിം എന്ന് കാണുന്നുണ്ടോ, ഈ സിമ്മിൽ കയറുക, ആഡ് ഈ സിം കൊടുക്കുക. അപ്പോൾ ആഡ് ഈ സിം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഇവിടെ ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ആഡ് ഈ സിമ്മിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം സെറ്റപ്പ് ആൻഡ് ഈ സിമ്മും ഉണ്ട്, ട്രാൻസ്ഫർ എ സിം ഫ്രം അനദർ ഡിവൈസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് ഓൾറെഡി ഒരു ഈ സിം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസിലി ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫർ എ സിം ഫ്രം അനദർ ഡിവൈസ്. ആൻഡ്രോയിഡ് ഡിവൈസിൽ ഇടുക. ഈ ഒരു QR കോഡ് വരും കണ്ടു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്കാൻ ദ QR കോഡ് ടു പെയർ ദ ഡിവൈസ്. അതായത് ഏതൊരു ഫോണിനാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഫോണിലേക്ക് ഇതൊന്ന് എന്താ പറയുക QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യുക, സ്കാൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കണ്ടുണ്ട്, സിം ട്രാൻസ്ഫർ എന്ന് കണ്ടു കോഡ് സ്കാൻഡ്. അപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടു ചെക്കിങ് നെറ്റ്വർക്ക് ഇൻഫോ. ഞാൻ ആക്ച്വലി ഇത് ഇപ്പോൾ ട്രാൻസ്ഫർ ആയ സിം അവർ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സിമ്മും നമ്പറും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ടെമ്പററി നമ്പറാണ് കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഇതിൽ ആരും വിളിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫർ ഓപ്ഷൻ എടുത്താൽ മതി. ഞാൻ എന്തായാലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അതാണ് എൻ്റെ പ്രൊസീജിയർ എന്ന് മാത്രമേ. ഇത്രേ ഉള്ളൂ. ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തോളും. ഒരു എന്താ പറയുക, ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്നും എടുക്കില്ല, കുറച്ച് മിനിറ്റുകൾ എടുക്കുള്ളൂ. അതിന് ശേഷം
സിമ്മിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പുതിയ സിമ്മോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മോ എടുക്കുമ്പോൾ നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്. ആ പീരീഡിലേക്ക് നമുക്ക് SMS കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ള ഓപ്ഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.